കേസുമായുള്ള അസ്വാരസ്യങ്ങൾക്കിടെ മുഖ്യമന്ത്രി അനുകൂലിച്ചും പ്രതികൂലിച്ചും കോൺഗ്രസിൽ തർക്കം രൂക്ഷമാവുകയാണ്. നിയമനങ്ങളിൽ മുഖ്യമന്ത്രി പാർട്ടിയെ കേൾക്കുന്നില്ല എന്ന് ഒരു വിഭാഗം നേതാക്കൾ ആരോപിക്കുകയാണ്. സർക്കാർ മാറിയെന്ന തോന്നൽ ഉണ്ടാകുന്നില്ലെന്നും പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ പടയൊരുക്കവും വിമർശനവും വരുന്നുണ്ട്. അതേസമയം KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവറിന്റെ പിന്തുണയുമായി സമൂഹ മാധ്യമങ്ങളിൽ വലിയ ക്യാമ്പയിൻ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഫലത്തിൽ മുഖ്യമന്ത്രി VD സതീശനെ ഉന്നമിട്ടുള്ള നീക്കങ്ങൾ സർക്കാരിന്റെ ആരംഭ ദശയിൽ തന്നെ തുടങ്ങിയിരിക്കുന്നു. അതിന് കൂടുതൽ ഊർജം പകർന്നുകൊണ്ട് കൂടുതൽ നേതാക്കൾ VD സതീശനെതിരെ രംഗത്തെത്തുകയാണ്. TS ഹരികൃഷ്ണൻ വിവരങ്ങളുമായി. ഹരി, സർക്കാർ ദുർബലപ്പെടുത്തുക എന്നത് പ്രതിപക്ഷ സംബന്ധിച്ച് സ്വാഭാവികമായും രാഷ്ട്രീയ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കൽ പതിവാണ്. പക്ഷേ സർക്കാരിൽ നിന്ന് തന്നെ ദുർബലപ്പെടുത്തുക എന്നൊരു സാഹചര്യം പലയിടത്തും നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. സർക്കാരിനൊരു ബ്രീത്തിങ് സ്പേസ് പോലും കൊടുക്കാതെ സർക്കാർ വന്ന അടുത്ത ദിവസങ്ങളിൽ തന്നെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ VD സതീശനെതിരായ പടയൊരുക്കം KSUവിന്റെ പേരിൽ ശക്തിപ്പെടുത്തുകയാണോ? അതെ രതീഷ്, അതിൽ നമ്മൾ സാധാരണ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് എന്നൊക്കെ പറയുമ്പോൾ അത് പ്രതിപക്ഷമായിട്ടായിരിക്കും സ്വാഭാവികമായും ഒരു ഭരണപക്ഷം ഏറ്റുമുട്ടുന്നത്. പക്ഷെ ഇത് സ്വന്തം പാർട്ടിയിൽ തന്നെ ഈ പാളയത്തിൽ പട എന്നൊക്കെ പറയും പോലെ അങ്ങനെ ഒരു അസ്വാരസ്യങ്ങളാണ് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ ഉള്ളത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതെങ്ങനെ മറികടക്കും ഈ പാർട്ടി എന്നുള്ളത് കണ്ടറിയേണ്ടതാണ്. ഞാൻ KPCCയിലാണുള്ളത്. KPCCയിൽ ഒരു നേതൃയോഗം വിളിച്ച് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കണം എന്നുള്ള അഭിപ്രായം മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ മുന്നോട്ട് വയ്ക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ സംഭവം തന്നെ എടുക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രി KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവറിന്റെ മുഖം കൊടുത്തില്ല. മാത്രമല്ല KSUവിന്റെ പരിഭവം എന്താണ് എന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ചയായിരുന്നു. ഗവൺമെന്റ് ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് KSU വലിയ അതൃപ്തിയിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ പരാതികൾ പരിഹരിക്കണം എന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോഴും KSUവിനെ തള്ളിപ്പറയുന്ന ഒരു സ്ഥിതി, തള്ളിപ്പറയുക എന്ന് പറയുന്നത് KSU ആണോ ഇതൊക്കെ തീരുമാനിക്കുന്നത് എന്ന മുഖ്യമന്ത്രിയുടെ ആ പ്രസ്താവനയ്ക്കെതിരെ വലിയ വിമർശനം ഉയർന്നു വരികയും ചെയ്യണം. അതിനിടയിലാണ് ഇന്നലത്തെ സംഭവം ഉണ്ടാകുന്നത്. പക്ഷേ ആ ഇന്നലത്തെ സംഭവത്തിന് ശേഷവും KSU സംസ്ഥാന അധ്യക്ഷനെ പിന്തുണച്ച് സമൂഹ മാധ്യമങ്ങളിൽ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ രംഗത്ത് വരുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. മാത്രമല്ല KSU പാരമ്പര്യം, KSU എന്താണ്, KSUവിലൂടെ വന്നവരാണ് ഞങ്ങൾ, KSU ആണ് കോൺഗ്രസിനെ കെട്ടിപ്പടുക്കുന്നത് നിർണായക ശക്തിയായത് എന്നൊക്കെ അഭിപ്രായം പറഞ്ഞുകൊണ്ട് ഇന്നലെ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ സമൂഹ മാധ്യമങ്ങളിൽ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇട്ടിരുന്നു. ഒപ്പം അലോഷ്യസ് സേവറിനെ പിന്തുണച്ചുള്ള മറ്റ് പോസ്റ്റുകളും നമ്മൾ കണ്ടു. അതിനോടൊപ്പം ചേർത്ത് പറയേണ്ടത് ഇതേ കാര്യം തന്നെ ഈ അലോഷ്യസ് സേവറിനെ എതിരായുള്ള വിമർശനങ്ങളും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ സർക്കാരിനെ കളങ്കപ്പെടുത്തുന്നതിന് വേണ്ടി, സർക്കാരിനെ ഇരുട്ടിൽ നിർത്തുന്നതിന് വേണ്ടി ചില കാര്യങ്ങൾ, മാധ്യമ ശ്രദ്ധ വേണ്ടുന്നതിന് വേണ്ടി ചിലർ പ്രവർത്തിക്കുന്നു എന്നുള്ള തരത്തിലൊക്കെ KSUവിനുള്ളിൽ തന്നെ ചിലർ അഭിപ്രായം പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരം അസ്വാരസ്യങ്ങൾ നിലവിൽ പാർട്ടിയിലുണ്ട്. അതൊക്കെ പരിഹരിക്കേണ്ടത് അനിവാര്യമാണ്. ഇപ്പോൾ ഈ നിയമനങ്ങൾ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് മുഖ്യമന്ത്രി ഒറ്റയ്ക്കെടുക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു വിമർശനം. അപ്പോൾ അതിലൊക്കെ സർക്കാരും പാർട്ടിയും ഒരേ ട്രാക്കിലൂടെ പോകണം എന്നുള്ള ഒരു അഭിപ്രായമാണ് മുതിർന്ന KPCC അധ്യക്ഷൻ മന്ത്രിസഭയിലാണ്. KPCC 2 വർക്കിംഗ് പ്രസിഡന്റുമാർ മന്ത്രിമാരാണ്. ഒരു KPCC വർക്കിംഗ് പ്രസിഡന്റ് ആണെങ്കിൽ MP ആണ്. അദ്ദേഹത്തിന് മറ്റു തിരക്കുകളുമുണ്ട്. അപ്പോൾ പാർട്ടി സർക്കാർ ഏകോപനം എന്ന് പറയുമ്പോൾ പുതിയൊരു KPCC അധ്യക്ഷനെ ആരാണ് നിശ്ചയിക്കേണ്ടത്? ഹൈക്കമാൻഡ് അല്ലേ? ഹൈക്കമാൻഡിന്റെ ഭാഗമായ ആളുകൾ കൂടിയല്ലേ? എന്തുകൊണ്ട് പുതിയൊരു KPCC പ്രസിഡന്റ് ഉണ്ടാകുന്നില്ല? ഒരു ചോദ്യമില്ലേ? മാത്രമല്ല എല്ലാ ലീഡർമാരെയും മുഖ്യമന്ത്രി നേരിട്ടല്ലോ നിയമിക്കുക. മുഖ്യമന്ത്രിക്ക് എല്ലാവരെയും നേരിട്ട് അറിയുകയുമില്ലല്ലോ. പലരും കൊടുക്കുന്ന പട്ടികയും ഒക്കെ ആയിരിക്കുമല്ലോ ഈ പരിശോധിക്കപ്പെടുന്നത്. ഇപ്പോൾ ലീഡർമാരെ തീരുമാനിക്കുന്നത് ലോ കോളേജിലെ KSUവിന്റെ യൂണിറ്റ് കമ്മിറ്റി അല്ലല്ലോ എന്ന പരാമർശം ചുവടുപിടിച്ച് ആ പ്രശ്നം പരിഹരിക്കുന്ന പകരം അത് സർക്കാരിനെതിരെ, സതീശനെതിരായ വലിയൊരു നീക്കമാക്കി മാറ്റുകയല്ലേ ഇപ്പോൾ? ആ വിഷയത്തിന്റെ ഗ്രാവിറ്റിയേക്കാൾ വലിയതുള്ളൊരു അറ്റാക്കിലേക്ക് മാറിയില്ലേ ഇപ്പോൾ? ശരിയാണ്, രതീഷ് പറഞ്ഞത് ശരിയാണ്. പക്ഷേ ആ ഒരു പ്രശ്നം രമ്യമായി പരിഹരിക്കുകയായിരുന്നു വേണ്ടിയിരുന്നത്. ഇത് പരസ്യ പ്രതികരണങ്ങൾ നടത്തി അത് കൂടുതൽ വഷളാക്കുന്നത് പാർട്ടിക്ക് തന്നെ ദോഷം ചെയ്യാനാണ് സാധ്യത. പക്ഷെ അത് ഒഴിവാക്കാനാണ് ഈ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ഇടപെട്ട് ശ്രമിക്കേണ്ടിയിരുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ ഇപ്പോഴത്തെ KPCC അധ്യക്ഷനായാലും വർക്കിംഗ് പ്രസിഡന്റുമാരെയും അല്പസമയം മുമ്പ് ഞാൻ KPCC ഓഫീസിൽ വെച്ച് കണ്ടതാണ്. ഉമ്മൻചാണ്ടി അനുസ്മരണവുമായി ബന്ധപ്പെട്ട് 3 പേരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഷാഫി പറമ്പിൽ എത്തിയിട്ടുണ്ട്, PC വിഷ്ണുനാഥ് എത്തിയിട്ടുണ്ട്, സണ്ണി ജോസഫ് എത്തിയിട്ടുണ്ട്. അല്പസമയം കൂടി കഴിയുമ്പോൾ KPCC ഓഫീസിൽ പരിപാടി നടക്കുകയും ചെയ്യും. അപ്പോഴും KPCC അധ്യക്ഷൻ എന്നുള്ള നിലയിൽ ഇപ്പോൾ ഒരു 2 ആഴ്ച മുമ്പ് തന്നെ നമ്മൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തതാണ്. പാർട്ടി നിർജീവമാണ് എന്നുള്ളൊരു അഭിപ്രായം ഉണ്ട്. ഒപ്പം സ്വാഭാവികമായിട്ടും ഈ സർക്കാരിനെതിരായിട്ടുള്ള ഈ വിമർശനങ്ങളെ എങ്ങനെ തടയിടണം, അതായത് ഇങ്ങനത്തെ പരസ്യ പ്രതികരണങ്ങൾ നടത്തിപ്പോയാൽ അത് സർക്കാരിനും ക്ഷീണമാണ്, പാർട്ടിക്കും ക്ഷീണമാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അത് രമ്യമായി പരിഹരിക്കണം. അതിനു വേണ്ടിയിട്ട് ഇടപെട്ട് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അങ്ങനെ ഒരു മുന്നണി യോഗമോ KPCC നേതൃയോഗമോ ഉണ്ടായില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് വിളിച്ചു ചേർത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞ് രമ്യതയിലെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരി, TS ഹരികൃഷ്ണയാണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിയത്. ഏതായാലും KSU ഉന്നയിച്ച വിഷയം അതവിടെ നിൽക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് അതിനേക്കാൾ വലിയ തരത്തിലേക്ക് ആ വിവാദം മുന്നോട്ട് പോവുകയാണ്.
മുഖ്യമന്ത്രി ലക്ഷ്യമിട്ടുള്ള വലിയ നീക്കങ്ങൾ കോൺഗ്രസിൽ ഉണ്ടാകുന്നു എന്നതിന്റെ സൂചനകൾ പുറത്തു വരികയാണ്.